പരമ്പരാഗത കാർഷിക രീതി അവലംബിച്ചു പോരുന്ന സംസ്ഥാനമാണ് കേരളം. വിത്തിറക്കു മുതൽ വിളവെടുപ്പ് വരെയുള്ള ഘട്ടങ്ങളിൽ അനുവർത്തിച്ചു പോന്നിരുന്ന ഈ രീതിയിൽ നിന്നും ഒട്ടേറെ കർഷകർ പിന്മാറുന്ന കാഴ്ചയ്ക്കും കാർഷിക കേരളം സാക്ഷ്യം വഹിച്ചു. കാലവ്യതിയാനങ്ങളിൽ വന്ന മണ്ണിലെ മാറ്റം, കൃഷിഭൂമിയുടെ കുറവ്, കൂലിച്ചെലവ് തുടങ്ങിയ കാര്യങ്ങൾ ഇതിന് പ്രധാന കാരണമായി. ഈ പ്രതിസന്ധിക്ക് പരിഹാരമെന്നോണം കുറഞ്ഞ ഭൂമിയിൽ കുറഞ്ഞ ചെലവിൽ കൂടുതൽ കൃഷിയെന്ന് കാർഷിക ശാസ്ത്ര സമൂഹം കണ്ടെത്തിയ ഹൈടെക് കാർഷിക ആശയം കേരളത്തിലും നടപ്പിൽ വരുത്തുന്നതിനായി നമ്മുടെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലും കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിലും മറ്റും നിരന്തര ചർച്ചകളും ഗവേഷണ പഠനങ്ങളും നടന്നു. തൽഫലമായി തുറന്ന സ്ഥലത്തെ കൃത്യതാ കൃഷി, പോളി ഹൌസ് ഫാമിംഗ്, മഴമറ കൃഷി തുടങ്ങിയ കൃഷിരീതികൾ കർഷകരുടെ ഇടയിലേക്കെത്തി. ഉത്പാദനശേഷിയാർന്ന വിത്തിനങ്ങൾ, ശാസ്ത്രീയമായ പരിചരണ മുറകൾ, കൃഷിക്കാവശ്യമായ സഹായ പദ്ധതികൾ തുടങ്ങിയ കാര്യങ്ങളിലും കാർഷിക വകുപ്പ് ഏറെ ശ്രദ്ധിച്ചതോടെ ഒട്ടേറെ കർഷകർ ഹൈടെക് കൃഷിരീതിയുടെ സാധ്യതകളെ അടുത്തറിയുകയായിരുന്നു. ഇത്തരത്തിൽ തുറന്ന സ്ഥലത്തെ കൃത്യതാ കൃഷിരീതിയെ കണ്ടറിഞ്ഞ് തന്റെ കൃഷിയിടത്തിൽ നിന്നും കാർഷിക വിജയം കൈയേറ്റുവാങ്ങിയ ഒരു കർഷകനാണ് കോട്ടയം ജില്ലയിലെ കൂരോപ്പട വാക്കയിൽ വീട്ടിൽ ജെ ജോയ് മോൻ. ദീർഘകാലത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലെത്തിയ ജോയ് മോൻ തനിക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന റബ്ബർ തോട്ടത്തിൽ നിന്നുള്ള അവസാന ആദായവും എടുത്ത ശേഷം ഇനി എന്ത് കൃഷി എന്ന് ചിന്തിച്ചു പോകവെയാണ് അടുത്തുള്ള ഫാം സ്കൂളിൽ നടന്ന പഠന ക്ലാസ്സിൽ എത്തിച്ചേരുന്നതും കൃത്യതാ കൃഷിയെക്കുറിച്ച് അറിയുന്നതും. സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വിളകൾ നട്ട് അവയ്ക്കാവശ്യമായ മൂലകങ്ങൾ കൃത്യമായ അളവിൽ കണികാ ജലസേചനം വഴി നൽകി മികച്ച വിളവ് ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന കൃത്യതാ കൃഷി രീതിയിൽ റബ്ബർ വെട്ടിമാറ്റിയ തന്റെ പുരയിടത്തിൽ പച്ചക്കറി കൃഷി നടപ്പിലാക്കാൻ ജോയി തീരുമാനിക്കുകയായിരുന്നു. ഞാൻ ഏകദേശം 10 വർഷത്തോളം സൗദി അറേബ്യയിൽ ജോലി ചെയ്യായിരുന്നു. ഞാനും വൈഫും ജോലി. പിന്നെ ഞങ്ങൾ കുമരകംകാരാണ്. രണ്ടുപേരും കുമരകത്തായപ്പം ഗൾഫിൽ നിന്ന് വിട്ട് വന്നപ്പം തന്നെ എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, കുറച്ചധികം സ്ഥലം മേടിക്കണം. അപ്പോൾ സ്ഥലം അന്വേഷിച്ച് വന്നപ്പോൾ എനിക്ക് പറ്റിയൊരു സ്ഥലം എന്ന് പറയുന്നത് ഈ ലാക്കാട്ടൂർ ഏരിയയിൽ വില കുറഞ്ഞു നമുക്കൊരു പ്ലോട്ട് കിട്ടി. അങ്ങനെ 2-3 പ്ലോട്ടുകളുണ്ട്. അങ്ങനെ അത് മുഴുവൻ റബ്ബറായിരുന്നു. റബ്ബർ തീർന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പുതിയ എന്തെങ്കിലും തുടങ്ങണമെന്നൊരാഗ്രഹം മനസ്സിൽ കൊണ്ടു നടന്നു. അങ്ങനെ ആഗ്രഹം കൊണ്ടുവന്ന് ഞാൻ കൃഷി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടു, എംപ്ലി മാഡമായിട്ട്. അങ്ങനെ അവർ ഇപ്പം നമുക്ക് ഫാം പ്ലാനിംഗ് എന്ന് പറഞ്ഞ ഒരു പരിപാടി ഇവിടെ നടത്തുകയുണ്ടായി. സംഗതി അവർ വന്ന് നോക്കി. ഫാം പ്ലാനിങ്ങിൽ അവർ പറഞ്ഞു നമുക്ക് ഓപ്പൺ പൊസിഷൻ ചെയ്യാൻ നല്ല സ്ഥലമാണ്. അങ്ങനെ ഇരിക്കത്തെ ആത്മയുടെ ഒരു ക്ലാസ് കോരസാറ് അറേഞ്ച് ചെയ്തു തന്നു, പാമ്പാടി അസിസ്റ്റന്റ് ഡയറക്ടർ. ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഞാൻ സാറിനോട് പറഞ്ഞു എൻ്റെ പ്ലോട്ട് ഒന്ന് കാണണം, എനിക്ക് തുടങ്ങാൻ വളരെ ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാനിതിലേക്ക് വരുമായിരുന്നു. ഈ തുറസായ സ്ഥലത്ത്, ശരിക്കും സൂര്യപ്രകാശം വളരെ നല്ല രീതിയിൽ കിട്ടുന്ന തുറസായ സ്ഥലത്ത് കൃത്യതാ കൃഷി, അതായത് എല്ലാം ജലം, മൂലകങ്ങൾ, ചെടിക്ക് ആവശ്യമായ മൂലകങ്ങൾ, മേജർ ന്യൂട്രിയൻസും അതിൻ്റെ സൂക്ഷ്മ മൂലകങ്ങളുമെല്ലാം അതിൻ്റെ കൃത്യമായ അളവിൽ നമ്മളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ കൊടുക്കുന്ന ഒരു കൃഷി രീതിക്കാണ് കൃത്യതാ കൃഷി. ഇതുവരെ പോളി ഹൗസ് പോലെ കൺസ്ട്രക്ട് ചെയ്ത UV ഷീറ്റ് ഇട്ട് കൺസ്ട്രക്ട് ചെയ്ത കൃഷിയിടങ്ങളിലായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഓപ്പൺ പൊസിഷൻ ഫാമിംഗ് വളരെ പ്രാബല്യത്തിൽ വരുന്നുണ്ട്. ഇതുപോലെ ബെഡ്, ഇതുപോലെ പണ കോരിയിട്ട് അതിനകത്ത് 30 മൈക്രോൺ ഷീറ്റ് ലേ ചെയ്ത് അതിനകത്ത് ഇങ്ങനെ ഹോൾസ് ഹൈബ്രിഡ് ആൻഡ് ഹൈൽഡിംഗ് സീഡ്ലിങ്സ്, അത്യുൽപാദന ശേഷിയുള്ള പച്ചക്കറി വിത്തുകൾ നട്ട് കൊടുക്കുന്ന ഒരു രീതിയാണ് ഇത്. ശരിക്കും ഇതിൻ്റെ ആ ഷീറ്റിൻ്റെ അടിഭാഗത്തുകൂടി ട്രിപ്പ് ലൈൻസ് കൊടുത്ത് അതിലൂടെയാണ് ജലവും മൂലകങ്ങളുമെല്ലാം ഈ ചെടിയുടെ
വേരിന്റെ ആ ഭാഗത്ത് തന്നെ ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനമാണ്. ഇതുകൊണ്ട് ഒരു 10-12 ഇരട്ടി വരെ ആദായം കർഷകന് ലഭിക്കുന്നു. കൃഷി വകുപ്പിന്റെയും കാർഷിക സർവകലാശാലയുടെ KVK എന്നുള്ള സ്ഥാപനവും എല്ലാം ഇടപെട്ടാണ് ഇങ്ങനെ ജോയി ഇതിലേക്ക് വന്നത്. എന്തായാലും എല്ലാവർക്കും ഈ കോട്ടയം ജില്ലയിലെ അല്ലെങ്കിൽ സ്റ്റേറ്റിലെ തന്നെ പറയാവുന്ന തരത്തിൽ ഒരു വിപ്ലവം തന്നെയാണ് ജോയി കൃത്യത കൃഷിയിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നത്. കൃത്യത കൃഷി രീതിക്ക് വേണ്ട ശാസ്ത്രീയ നിർദ്ദേശങ്ങൾ, സഹായ സഹകരണം തുടങ്ങിയവയുമായി കോട്ടയത്തെ കുമരകം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ കാർഷിക വിദഗ്ധരും ജോയിയോടൊപ്പമുണ്ടായിരുന്നു. മണ്ണ് പരിശോധന, വളപ്രയോഗം, കീടരോഗ പ്രതിരോധം തുടങ്ങിയ കാര്യങ്ങൾക്കായി സമയബന്ധിതമായ ഒരു പട്ടിക തന്നെ കൃഷി വിജ്ഞാന കേന്ദ്രം തയ്യാറാക്കി ജോയിക്ക് നൽകി. ഇന്ന് ജോയിയുടെ 2.5 ഏക്കർ വരുന്ന സ്ഥലത്ത് വഴുതന, വെണ്ട, പച്ചമുളക്, കുറ്റിപ്പയർ തുടങ്ങിയ പച്ചക്കറി ഇനങ്ങൾ കാർഷിക സമൃദ്ധിയുടെ സൗന്ദര്യം ചൂടി നിരയിടുന്നു. ഇതൊരു റബ്ബർ തോട്ടമായിരുന്നു. റബ്ബർ നീക്കം ചെയ്ത് കഴിഞ്ഞപ്പോൾ മണ്ണ് പരിശോധിച്ചപ്പോൾ ധാരാളം പുളിപ്പ് ഉള്ള മണ്ണാണെന്ന് ബോധ്യപ്പെട്ടു. അതുപോലെ തന്നെ പൊട്ടാഷ് എന്ന പ്രധാനപ്പെട്ട മൂലകം, മഗ്നീഷ്യം എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മൂലകം, ബോറോൺ, സിങ്ക് തുടങ്ങിയ സൂക്ഷ്മ മൂലകങ്ങൾ ഇവയുടെയൊക്കെ അഭാവം ഉള്ള മണ്ണാണെന്ന് ബോധ്യപ്പെട്ടതനുസരിച്ച് അവയൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് വേണ്ട നടപടികൾ സ്വീകരിച്ചുകൊണ്ടാണ് ആദ്യം തന്നെ ഇവിടെ കൃഷി ഇറക്കിയത്. ഒരു സെന്റിന് ഏതാണ്ട് 2.5-3 കിലോഗ്രാം കുമ്മായം ചേർത്ത് അതിനുശേഷം ആവശ്യമായ രാസമൂലകങ്ങൾ മുഴുവൻ ജലസേചന വെള്ളത്തിലൂടെ നൽകി നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. തുറന്ന സ്ഥലത്തെ കൃത്യതാ കൃഷിക്കായി മണ്ണിന്റെ പ്രതലമൊരുക്കുകയാണ് ആദ്യം ചെയ്യുക. ദീർഘചതുരാകൃതിയിൽ തയ്യാറാക്കുന്ന പ്രതലത്തിൽ കുമ്മായം തൂകി മണ്ണിന്റെ അമ്ലത കുറയ്ക്കുന്നു. തുടർന്ന് ചാണകപ്പൊടിയും സ്യൂഡോമോണസും കലർത്തിയ മിശ്രിതം മണ്ണിലിട്ട് മൂടി നീളത്തിലുള്ള വാരകൾ കോരി തയ്യാറാക്കുന്നു. തുള്ളി ജലസേചനത്തിനുള്ള ഡ്രിപ്പ് ലൈൻ വാരകൾക്ക് താഴെയായി വിന്യസിച്ച ശേഷം മൾച്ചിംഗ് ഷീറ്റ് വിരിച്ച് വാരകൾ പൊതിയുന്നു. ഇതിനുശേഷമാണ് തൈകൾ നടുക. പച്ചക്കറി ഇനങ്ങളുടെ വ്യത്യാസമനുസരിച്ച് തൈകൾ തമ്മിലുള്ള അകലം വ്യത്യസ്തമായിരിക്കും. അടിയിൽ നിന്ന് ആദ്യം നമ്മൾ സ്ഥലം ഒരുക്കുക എന്ന് പറയും. സ്ഥലം ഒരുക്കുക നമ്മുടെ കട്ടയും കല്ലും നമ്മുടെ വേരും, റബ്ബർ നിന്ന സ്ഥലമായതുകൊണ്ട് ഇഷ്ടംപോലെ വേരും കട്ടയും കല്ലും ഒക്കെ ഉണ്ട്. കട്ടയും കല്ലും വേരുകളും മാറ്റി സ്ഥലം നിരപ്പാക്കി അതിനുശേഷം കുമ്മായം ഇടുക. കുമ്മായം ഇട്ട് ഇത് കണ്ടമാനം പുളിപ്പുള്ള ഒരു മണ്ണായിരുന്നു. കുമ്മായം നമ്മൾ ഇട്ടു. അതിനുശേഷം ഒരു 3-4 മഴ, ഇപ്പം മഴയുള്ള സമയമാണ്ട് ഒരു 10 ദിവസം മുമ്പേ കുമ്മായം ഇട്ടതാണ്. അതിനുശേഷം നമ്മൾ പിന്നെ ചെയ്യുന്നതിനകത്ത് നമ്മൾ ചാണകപ്പൊടിയും സ്യൂഡോമോണാസും കൂടെ കൂട്ടി ഇളക്കി അത് ആ പണയിലോട്ട് നമ്മൾ ഒരുക്കിയ സ്ഥലത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം 2 സൈഡിൽ നിന്നും അത് മണ്ണ് വെട്ടി മൂടി ട്രിപ്പ് ലൈൻ ഇടുകയാണ്. ട്രിപ്പ് ലൈൻ ഇട്ടതിന് ശേഷം മൾച്ചിങ് ഷീറ്റ് പുതയിടുന്നു. കാരണം അതിന് പുതയിടുന്നതുകൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ടെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നു. കാരണം മണ്ണ് എപ്പോഴും ലൂസായിരിക്കും, നല്ല വേരോട്ടവും
അതുപോലെ പെട്ടെന്ന് കിളുത്ത് വരുന്ന ചെടിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും. ജലസേചനത്തിന് ആവശ്യമായ ജലം ജോയി തന്റെ കൃഷിയിടത്തിൽ തയ്യാറാക്കിയ പടുതാക്കുളത്തിൽ സംഭരിക്കുന്നു. ഇവിടെ നിന്നും ടാങ്കിലേക്ക് എത്തുന്ന ജലം വെഞ്ചർ യൂണിറ്റ് വഴി ചെടികൾക്കാവശ്യമായ മൂലകങ്ങൾ ചേർത്ത് ഡ്രിപ്പ് ലൈനിലൂടെ ചെടികളുടെ ചുവട്ടിലേക്ക് എത്തുന്നു. കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സമയപട്ടിക അനുസരിച്ചുള്ള കൃഷിരീതിയാകയാൽ ദിവസം 2 മണിക്കൂർ മാത്രമേ കണികാ ജലസേചനത്തിനായി തോട്ടത്തിൽ ചെലവഴിക്കേണ്ടതുള്ളൂ. ഇവിടെ അധ്വാനഭാരം കുറയുന്നതിനൊപ്പം കൃഷിച്ചെലവും ലാഭിക്കാനാകുന്നു. തുള്ളി നന മൂലം സദാ മണ്ണിളകി കിടക്കുന്നതിനാൽ ചെടികളുടെ വേരോട്ടം സുഗമമാവുകയും വളർച്ച ത്വരിതപ്പെടുകയും ചെയ്യുന്നു. മൾച്ചിംഗ് ഷീറ്റ് വിരിച്ചിരിക്കുന്നതിനാൽ തോട്ടത്തിൽ കളകളുടെ ശല്യവും ഉണ്ടാകുന്നില്ല. ചെറിയ അളവിൽ വളം നൽകുന്നത് മൂലം ചെടികൾക്ക് കാര്യക്ഷമമായി അത് വലിച്ചെടുക്കാനും കഴിയുന്നു. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് സ്ട്രക്ചറിന്റെ അകത്ത് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ അകത്തെ തന്നെ കാലാവസ്ഥ ഒന്ന് മോഡിഫൈ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ താപനില, അതിന്റെ അകത്തെ ജലാംശം, ഇവയെല്ലാം നമ്മൾ മോഡിഫൈ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഓപ്പൺ പ്രിസിഷനിങ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് പറ്റത്തില്ല. നമ്മുടെ സ്ഥിരമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള കാലാവസ്ഥയിൽ തന്നെ നമ്മൾ ചെയ്യുന്നു. പക്ഷെ ഇവിടെ ചെടിയുടെ മൈക്രോ ക്ലൈമറ്റ്, അതായത് മണ്ണിലെ മൈക്രോ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ മണ്ണിലെ ജലാംശവും മണ്ണിലെ താപനിലയും ചെറുതായി മോഡിഫൈ ചെയ്തുകൊണ്ട് മണ്ണിലേക്ക് പല തവണകളായിട്ടാണ് നമ്മൾ വളം ചേർത്ത് കൊടുക്കുന്നത്. അതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം. പല തവണകളായിട്ട് ചെടിയുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വളരെ ചെറിയ അളവിൽ നമ്മൾ വളം കൊടുക്കുന്നത് കൊണ്ട് തന്നെ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വളത്തിന്റെ കാര്യക്ഷമത കൂടുകയും വളരെ ചെറിയ അളവിൽ മാത്രം വളം കൊടുക്കുന്നത് കൊണ്ട് വളത്തിനായിട്ടുള്ള ചിലവ് കുറയുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ അത് ചെടി നല്ല രീതിയിൽ തന്നെ കാര്യക്ഷമമായിട്ട് തന്നെ വലിച്ചെടുക്കാനും ചെടിക്ക് സാധിക്കുന്നു. അതുകൊണ്ട് വളത്തിന് വേണ്ടിയിട്ടുള്ള ചിലവ് വളരെ കുറവാണ്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, നമ്മൾ ഡ്രിപ്പ് വഴി മാത്രം വളം കൊടുക്കുന്നത് കൊണ്ട് തൊഴിലാളികൾ വളമിടാനും അതുപോലെ തന്നെ ജലസേചനത്തിനുമായിട്ടുള്ള തൊഴിലാളികളെ നിർത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലാണെങ്കിലും പിന്നീടുള്ള കായികാധ്വാനം അതിനു വേണ്ടിയിട്ടുള്ള ചെലവും വളരെ കുറവാണ്. വഴുതനയിലും വെണ്ടയിലും കാണപ്പെടുന്ന പുഴു ശല്യം ഒഴിവാക്കാൻ ശാസ്ത്രീയമായ കീടരോഗ പ്രതിരോധ മാർഗങ്ങൾ തന്നെ ജോയി അവലംബിക്കുന്നു. കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കുന്ന മത്തിവളം ഒരു ജൈവ കീടനാശിനി കൂടിയാണ്. വഴുതനയ്ക്കാണെങ്കിലും തണ്ട് വഴി കയറുന്ന പുഴുണ്ട്, അതുപോലെ കായൽ വെണ്ടയ്ക്കാണെങ്കിലും കായ് വഴിയുള്ള പുഴുക്കളൊക്കെ ഉണ്ട്. അതിനെ ഒരു പ്രതിരോധത്തിലാക്കാൻ അല്ലെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ ജൈവ രീതിയിലുള്ള മത്തിവളം എന്ന് പറയുമ്പോൾ നമ്മൾ തുല്യ അളവിൽ മത്തിയുടെ അവശിഷ്ടം, ഏതെങ്കിലും മീനിന്റെ അവശിഷ്ടം, അതായത് ഇപ്പോൾ 1 കിലോ മത്തി എടുക്കുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ 1 കിലോ ശർക്കരയും ചേർത്ത് വായു കടക്കാതെ അടച്ചു വെച്ച് ഒരു 10, 18, 20 ദിവസം വെച്ച് കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് നല്ല അമിനോ ആസിഡ്സ് അടങ്ങിയ നല്ലൊരു ലേയർ രൂപത്തിലുള്ള സൊല്യൂഷൻ ഉണ്ടാകും. അതെടുത്ത് നമ്മൾ ഈ പറയുന്ന വിളകൾക്ക് തളിച്ചു കൊടുക്കുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് പുഴുക്കളുടെ ശല്യം, മറ്റു കീടങ്ങളുടെ ശല്യം, അതുപോലെ പയറിലൊക്കെ ചാഴിയുടെ ശല്യമൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. ഫലപ്രദമായിട്ട് പുഴുക്കളെ നിയന്ത്രിക്കാനുള്ള ജൈവിക മാർഗമാണ് വേപ്പിൻ കുരു സത്ത്. അപ്പം വേപ്പിൻ കുരു തലേദിവസം തന്നെ നമ്മൾ വെള്ളത്തിൽ പൊടിച്ചിട്ട് കിഴി കെട്ടിയതിന് ശേഷം പിറ്റേ ദിവസം അത് പല പ്രാവശ്യം വെള്ളത്തിൽ കിഴി പിഴിഞ്ഞെടുത്ത് ആ സത്തെടുത്ത് തളിക്കുക. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു 20 ഗ്രാം മുതൽ 30, ചെടിയുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് 20 എന്നുള്ളത് ഒരു 50 ഗ്രാം വരെ 1 ലിറ്ററിൽ നിന്നുള്ള കണക്കിനാണ് നമ്മൾ വേപ്പിൻ കുരു പൊടിച്ച് തളിക്കുന്നത്. അപ്പോൾ അതാണ് അതിന്റെ ഒരു കോൺസെൻട്രേഷൻ. കൃഷി വകുപ്പിന്റെ ജില്ലാതല കേന്ദ്രം, കൃഷി വിജ്ഞാന കേന്ദ്രം, കൃഷിഭവൻ, ആത്മ ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയവയുടെ നിരന്തര സമ്പർക്കം ജോയിമോൻ എന്ന ഈ കർഷകന് കൃത്യതാ കൃഷിയിൽ പുത്തൻ വിജയങ്ങൾ കൈയെത്തിപ്പിടിക്കുവാനുള്ള ആത്മവിശ്വാസം പകരുന്നു.
യൂണിവേഴ്സിറ്റിയും കൃഷി ഉദ്യോഗസ്ഥരും എല്ലാം നിരന്തരമായി ഈ പ്ലോട്ടിൽ വന്ന് പരിശോധന നടത്തി അതിനുള്ള മരുന്നുകളെല്ലാം പറഞ്ഞു കൊടുത്ത് ചെയ്യുന്നതുകൊണ്ട് വളരെ രോഗവും കീടവും കുറവുണ്ട്. പ്രത്യേകിച്ചും ഈ കാലാവസ്ഥയിൽ, മഴയുള്ള കാലാവസ്ഥയിൽ നല്ല രീതിയിൽ ഇത് ഡെവലപ്പ് ചെയ്യാൻ ഇത് സഹായിച്ചിട്ടുണ്ട്. ഇത് നല്ല വിജയകരമാണ്. പല ബ്ലോക്കുകളായിട്ടാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഓരോ ബ്ലോക്കിലേക്കും വേണ്ട ക്രോപ്പിനനുസരിച്ച് പ്രത്യേകം ഫെർട്ടിഗേഷനുള്ള സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പല സ്കീമുകളിൽ നിന്നുള്ള ഫണ്ട് ക്ലബ് ചെയ്തുകൊണ്ട് ജോയിയെ പരമാവധി സഹായിക്കുന്നതിന് വേണ്ടി ഡിപ്പാർട്ട്മെന്റും യൂണിവേഴ്സിറ്റിയും എല്ലാം ഇപ്പോൾ ഇവിടെയുണ്ട്. ജോയിയുടെ അതൊരു സക്സസ് തന്നെയാണ്. ഈ ഒരു 2.5 ഏക്കറിലെ ഒരു വിജയഗാഥ തന്നെയാണ്. തൈ നട്ടു കഴിഞ്ഞാൽ വിളവെടുക്കുന്നതുവരെ കൃഷിത്തോട്ടത്തിൽ ഒരു കഠിന പ്രയത്നവുമില്ല എന്നതാണ് കൃത്യതാ കൃഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒപ്പം ഒരാളുടെ ശ്രദ്ധ മാത്രം കൃഷിത്തോട്ടത്തിൽ ഉണ്ടായാൽ മതിയാകും. എങ്കിലും ജലസേചനത്തിനും വിളവെടുപ്പിനുമൊക്കെയായി ജോയിമോന്റെ കുടുംബവും കൃഷിയിൽ പങ്കാളികളാണ്. നന്നായി തന്നെ പോകുന്നു എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓരോ ദിവസവും എടുക്കുന്ന വിളവ് ചെലവാകുന്നുണ്ട്. കമ്പനിക്കാർ വീട്ടിൽ തന്നെ എടുക്കുന്നു. അതുകൊണ്ട് മുന്നോട്ടും വിജയം തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കുരപ്പട ഗ്രാമപഞ്ചായത്തിന്റെ 1-ാം വാർഡിലാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ജോയി ഇങ്ങനൊരു റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായത് ഗ്രാമപഞ്ചായത്തിന് വലിയൊരു അഭിമാനകരമായ നേട്ടം തന്നെയാണ്. കാരണം കോട്ടയം ജില്ലയിൽ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് ചെയ്യുന്ന 2ാമത്തെ ആളാണെന്നാണ് എൻ്റെ അറിവ് ജോയി. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പരീക്ഷണത്തിന് മുതിർന്നത് ഞങ്ങളെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇനി ഇങ്ങനെ മുന്നോട്ട് വരുന്ന കർഷകർക്ക് കൂടുതൽ പ്രചോദനം കൊടുക്കുവാനായിട്ട് ജോയിയുടെ ഈ ഫാമിന് കഴിയും. ഒത്തിരി പേരോട് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് ഇപ്പം 2-3 പേര് ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിനെ പറ്റി ഗൗരവമായിട്ട് ചിന്തിച്ച് തുടങ്ങാനായിട്ട് ആലോചിച്ച് വരുന്നുണ്ട്. ജൈവ കൃഷിയിലൂടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന വിഷവിമുക്തമായ പച്ചക്കറികൾക്ക് വിപണിയിലുള്ള പ്രിയം മൂലം ഈ കർഷകന് പച്ചക്കറി വിൽപ്പന പ്രയാസമുള്ള കാര്യമാകുന്നില്ല. മാർക്കറ്റിംഗ് നമ്മുടെ സാധനം ഇവിടുന്ന് നേരിട്ട് ഒരു എക്സ്പോർട്ടിംഗ് കമ്പനി വന്ന് ഡയറക്റ്റ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ കൂരോപ്പടയിലൊരു ലേല മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ വെണ്ടയ്ക്കായും കാര്യങ്ങളൊക്കെ ലേലത്തിന് വെച്ചിരുന്നു. നല്ല വിലയ്ക്ക് പോയി. ഏണിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പോർട്ടിംഗ് കമ്പനി ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ അത് തീർച്ചയായിട്ടും മാർക്കറ്റ് വിലയേക്കാൾ ഒരു ഉയർന്ന നല്ല വില തന്നുകൊണ്ടാണ് എൻ്റെ ഇതിൽ എടുത്തുകൊണ്ട് പോകുന്നത്. അത് തന്നെ നമ്മുടെ ഒരു വിജയം തന്നെയാണ്. ഇതുപോലുള്ള ഹൈടെക് കൃഷി പരിപാടികൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ അവലംബിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കൃഷിയിൽ വളരെ വിജയം ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാലത്തിന്റെ മാറ്റങ്ങൾക്കൊപ്പം കാർഷിക രംഗത്ത് കൈവന്നിട്ടുള്ള ഹൈടെക് കൃഷിരീതി പോലുള്ള ശാസ്ത്രീയ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുക വഴി കാർഷിക സമൃദ്ധിയുടെ ഒരു നവയുഗത്തെ വിളിച്ചുണർത്താനാവുമെന്ന് കോട്ടയത്തെ കൂരോപ്പട ഗ്രാമത്തിലെ ജെ ജോയിമോൻ എന്ന ഈ കർഷകൻ നിറഞ്ഞ തൃപ്തിയോടെ പറയുമ്പോൾ കൃഷി ഏത്, കൃഷി എങ്ങനെ എന്ന് ചിന്തിക്കുന്നവർക്കുള്ള ഒരവബോധമായി അത് മാറുന്നു. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 5 കോടി മത്സ്യക്കുഞ്ഞുങ്ങളെയും 8 കോടി ചെമ്മീൻ കുഞ്ഞുങ്ങളെയും സൗജന്യമായി നൽകും. വിവിധ കാർഷിക കേന്ദ്രങ്ങളിൽ നടീൽ വസ്തുക്കൾ വിതരണത്തിന് തയ്യാറായി. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. കർഷകർക്ക് 18.5 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മത്സ്യസമൃദ്ധിയുടെ 3ാം ഘട്ട പദ്ധതിയിലേക്ക് കടന്നു. കേരളത്തിലാകെ 5500 ഹെക്ടർ ജലാശയങ്ങളിൽ മത്സ്യകൃഷി വ്യാപിപ്പിക്കും. രോഹു, കട്ല, മൃഗാൽ,
സൈപ്രിനസ് തുടങ്ങിയ മത്സ്യങ്ങളുടെ 5 കോടി കുഞ്ഞുങ്ങളെയാണ് ഇത്തവണ കർഷകർക്ക് സൗജന്യമായി നൽകുന്നത്. ഇതോടൊപ്പം 8 കോടിയോളം ചെമ്മീൻ കുഞ്ഞുങ്ങളെ പോരുജല മത്സ്യകൃഷിക്കായി നൽകും. 5000-ഓളം മത്സ്യ കർഷകർക്ക് പ്രതിദിനം 125 രൂപ നിരക്കിൽ സ്റ്റൈപ്പൻഡോടുകൂടി പരിശീലനവും നൽകും. ആലപ്പുഴ കൃഷിവിജ്ഞാന കേന്ദ്രം ഏപ്രിൽ 25-ാം തീയതി ശാസ്ത്രീയ ചിപ്പിക്കൂൺ കൃഷി എന്ന വിഷയത്തിൽ പരിശീലനം നൽകുന്നു. 250 രൂപയാണ് പരിശീലന ഫീസ്. ആദ്യം പേര് രജിസ്റ്റർ ചെയ്യുന്ന 20 പേർക്കാണ് പ്രവേശനം നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട വിലാസം പ്രോഗ്രാം കോർഡിനേറ്റർ കൃഷിവിജ്ഞാന കേന്ദ്രം CPCRI കായംകുളം 690533. വിളിക്കേണ്ട ഫോൺ നമ്പർ 0479 2449268. സംസ്ഥാന കൃഷി വകുപ്പിന്റെ കരുനാഗപ്പള്ളി കോക്കനട്ട് നഴ്സറിയിൽ നിന്നും മികച്ച ഇനം തെങ്ങിൻ തൈകൾ വിതരണം ആരംഭിച്ചു. WCT, DNTT, TNTD എന്നീ ഇനങ്ങളും സൈഗരികൻ ഇനങ്ങളും ലഭ്യമാണ്. 25 തെങ്ങിൻ തൈകളിൽ കൂടുതൽ ആവശ്യമുള്ളവർ കൃഷി ഓഫീസറുടെ ശുപാർശയോടെ വരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0476 2620290. ബലൂൺ, റബ്ബർ നൂൽ കയ്യുറ, റബ്ബർ പച്ച, റബ്ബർ പാൽ സംഭരണം, ലാറ്റക്സ് കോമ്പൗണ്ടിംഗ്, റബ്ബർ ബാൻഡ് തുടങ്ങി റബ്ബർ പാലിൽ നിന്നുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. ഏപ്രിൽ 27 മുതൽ മെയ് 1 വരെയാണ് കോട്ടയം റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശീലനം. കൂടുതൽ വിവരങ്ങൾക്ക് 0481 2353325 എന്ന നമ്പറിൽ വിളിക്കുക. ഞാറയ്ക്കൽ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ മുയൽ കുഞ്ഞുങ്ങൾ, കാടമുട്ട, കോഴിമുട്ട, പഞ്ചഗവ്യം എന്നിവ ലഭ്യമാണ്. കൂടാതെ മികച്ച ഇനം പച്ചക്കറി തൈകളും വിതരണത്തിന് എത്തിയിട്ടുണ്ട്. ഞാറയ്ക്കൽ കൃഷിവിജ്ഞാന കേന്ദ്രവുമായി ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് 0484 2492450 എന്ന നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തിരുവനന്തപുരം ബാലരാമപുരം തെങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ വിവിധതരം തെങ്ങിൻ തൈകൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. കമുകിൻ തൈകൾ, കുരുമുളക് തൈകൾ എന്നിവയും ലഭ്യമാണ്. ഓഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയുള്ള സമയങ്ങളിൽ നടീൽ വസ്തുക്കൾ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0471 2400621 എന്ന നമ്പറിൽ വിളിക്കുക. മൃഗസംരക്ഷണ വകുപ്പിന്റെ കുടപ്പനക്കുന്ന് മേഖലാ പൌൾട്രി ഫാമിൽ നിന്നും ഒരു ദിവസം പ്രായമായ പൂവൻ കോഴി കുഞ്ഞുങ്ങളെയും പിടക്കോഴി കുഞ്ഞുങ്ങളെയും നൽകുന്നു. അടുക്കള മുറ്റത്ത് വളർത്താൻ കഴിയുന്ന ഗ്രാമപ്രിയ ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളെയാണ് ഫാമിൽ നിന്നും നൽകുന്നത്. പൂവൻ കുഞ്ഞുങ്ങൾക്ക് 9 രൂപയും പിടക്കോഴി കുഞ്ഞുങ്ങൾക്ക് 20 രൂപ 60 പൈസയുമാണ് വില. കൂടുതൽ വിവരങ്ങൾക്ക് കുടപ്പനക്കുന്ന് പൌൾട്രി ഫാമുമായി ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾ 0471 2730804 എന്ന നമ്പറിൽ ലഭ്യമാണ്. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 14,000 രൂപ, കോഴിക്കോട് 15,300 രൂപ, തൃശൂരിൽ 13,900 രൂപ. കൊപ്ര കൊച്ചിയിൽ 9,460 രൂപ, കോഴിക്കോട് 10,000 രൂപ, തൃശൂരിൽ 9,410 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 56,500 രൂപ, ഗാർബിൾഡ് 59,500 രൂപ. ചുക്ക് മീഡിയം 21,750 രൂപ, ബെസ്റ്റ് 23,750 രൂപ. മഞ്ഞൾ സേലത്ത് 8,600 രൂപ, ഈറോഡിൽ 8,900 രൂപ. അടയ്ക്ക പുതിയത് 25,000-നും 35,000-നും മധ്യേ. കൊച്ചിയിൽ റബ്ബർ 5ാം ഗ്രേഡ് 11,500 രൂപ, 4ാം ഗ്രേഡ് 11,900 രൂപ. കോട്ടയത്ത് റബ്ബർ 5ാം ഗ്രേഡ് 11,400 രൂപ, 4ാം ഗ്രേഡ് 12,000 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റ്. വെളിച്ചെണ്ണ 14,000 രൂപ, കൊപ്ര 9,460 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,500 രൂപ, റോട്ടറി 2,900 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 56,500 രൂപ, ഗാർബിൾഡ് 59,500 രൂപ. ചുക്ക് മീഡിയം 21,750 രൂപ, ബെസ്റ്റ് 23,750 രൂപ. മഞ്ഞൾ നാടൻ 9,900 രൂപ,
അടയ്ക്ക പുതിയത് 25,000-നും 35,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 280-നും 290-നും മധ്യേ. തൊണ്ടില്ലാത്തത് 500-നും 550-നും മധ്യേ. ജാതിപത്രി 850-നും 950-നും മധ്യേ. ഗ്രാമ്പു 840 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 11,500 രൂപ. 4 ഗ്രേഡ് 11,900 രൂപ. ഒട്ടുപാൽ 7,700 രൂപ. ലാറ്റക്സ് 8,100 രൂപ. കമ്പോള നിലവാരം. മഴ കാരണം കൊപ്ര സംസ്കരണം തടസ്സപ്പെട്ടു. കൊപ്ര കളങ്ങളിൽ തേങ്ങ വെട്ട് നിർത്തിയത് ഓയിൽ മില്ലുകാരിൽ ആശങ്ക ഉളവാക്കി. കൊപ്ര സംസ്കരണം കുറഞ്ഞത് നാളികേര ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് ഉയർത്തുമെന്ന കണക്കുകൂട്ടലിലാണ് കർഷകർ. മഴ നാളികേര വിളവെടുപ്പിനെയും ബാധിച്ചു. ഉത്തരേന്ത്യയിൽ നിന്ന് കുരുമുളകിന് കൂടുതൽ അന്വേഷണങ്ങളെത്തി. ടെർമിനൽ മാർക്കറ്റിലേക്കുള്ള മുളക് വരവ് കുറഞ്ഞതോടെ വാങ്ങലുകാർ വില ഉയർത്തി. ഗാർബിൾഡ് കുരുമുളക് 59,500 രൂപ രേഖപ്പെടുത്തി. ടയർ നിർമ്മാതാക്കൾ റബ്ബറിൽ താൽപര്യം കാണിച്ചെങ്കിലും ഷീറ്റ് വില ഉയർത്തിയില്ല. ടാപ്പിംഗ് നിലച്ചതിനാൽ വിപണികളിൽ ലാറ്റക്സ് ക്ഷാമം രൂക്ഷമായതോടെ നിരക്ക് 8,100 രൂപയായി ഉയർന്നു. ലേല കേന്ദ്രങ്ങളിലേക്കുള്ള ഏലക്ക വരവ് ശക്തിയാർജിച്ചു. പുതിയ സീസൺ നേരത്തെ ആരംഭിക്കുമെന്ന കണക്കുകൂട്ടലിൽ കാർഷിക മേഖല കൈവശമുള്ള ചരക്ക് വിൽപ്പനയ്ക്ക് ഇറക്കി. നെടുങ്കണ്ടത്ത് നടന്ന ലേലത്തിൽ 64,754 കിലോ ഏലക്ക ലേലം കൊണ്ടു. മികച്ച ഇനങ്ങൾ കിലോ 945 രൂപ രേഖപ്പെടുത്തി. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 36.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.1 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.6, 25.5. കൊച്ചി 33, 23.6. ആലപ്പുഴ 33.4, 23.5. പുനലൂർ 32.6, 23. തിരുവനന്തപുരം കൂടിയ താപനില 32.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.2 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.